ഇന്ന് പാലക്കാട്ടേക്കാണ്. പാലക്കാട് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പദ്ധതി നാടിന് മാതൃകയാവുകയാണ്. പ്രകൃതി സംരക്ഷണം ഒരു ഉത്തരവാദിത്തമായി ഓരോരുത്തരും കാണേണ്ട കാലമാണെന്ന് പഞ്ചായത്ത് പറയുന്നു. മിയാവാക്കി വനം ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ പദ്ധതികൾ കണ്ട് മനസ്സിലാക്കാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. ഒരു നാട് വളരേണ്ടത് എങ്ങനെയാണ്? പ്രകൃതിയാകെ നശിപ്പിച്ചുകൊണ്ട് ശ്വസിക്കാൻ ശുദ്ധമായ വായു പോലുമില്ലാത്ത വികസനം യഥാർത്ഥത്തിൽ വികസനമാണോ? രണ്ടാമതൊന്നും ആലോചിക്കാതെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അത് തങ്ങളുടെ വഴിയല്ലെന്ന് ഉറപ്പിച്ചു പറയും. പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ജൈവ വൈവിധ്യ പദ്ധതി ഇന്നൊരു മാതൃകയാണ്. മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരം നേടിയ ജപ്പാൻ സസ്യശാസ്ത്രജ്ഞൻ അകിര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത ഒരു വനവൽക്കരണ രീതിയാണ് മിയാവാക്കി വനം. ആ മാതൃകയിൽ പഞ്ചായത്തും വനം നിർമ്മിച്ചു. ഇത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന ആശയത്തോടു കൂടിയിട്ടാണ് കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ ഓക്സിജൻ്റെ അളവ് കുറവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിന് 5 വർഷമായി ഇതിന് വേണ്ട പരിപാലനം വർഷാവർഷങ്ങളിൽ അതാത് സമയത്ത് ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ കട്ട് ചെയ്ത് 4 പുറം വരുന്ന ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി നല്ല നിലയ്ക്ക് ഇതിനൊരു വലിയ വനമാക്കിയിട്ട് മാറ്റാൻ 8 സെൻറ്റ് സ്ഥലത്ത് 5 സെൻറ്റ് സ്ഥലത്ത് ഏതാണ്ട് 800ഓളം തൈകളാണ് വെച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ 6350 വീടുകളിലും എല്ലാ വർഷവും ഔഷധച്ചെടികൾ നൽകുന്ന ഔഷധ ഗ്രാമം പദ്ധതി, ശലഭങ്ങൾക്കൊരിടം നൽകാൻ ശലഭോദ്യാനം പദ്ധതി, ഇതെല്ലാം പഞ്ചായത്തിന് കീഴിലുണ്ട്. നക്ഷത്രവനം, കരിമ്പനാക്കൂട്ടം, കാർബൺ ന്യൂട്രൽ വനവൽക്കരണം, അങ്ങനെ വേറെയും പദ്ധതികൾ. ജൈവവൈവിധ്യ മേഖലയിൽ മിയാവാക്കി വനം എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 5 സെൻറ്റ് സ്ഥലത്ത് 800 തൈകളാണ് ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ പലവിധ വളങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചാണകപ്പൊടി, ഉമി, ചകിരിച്ചോറ് എന്നിവ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ 800 തൈകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 വർഷം കൊണ്ട് 15 ലക്ഷം രൂപ ഇതുവരെ പദ്ധതിക്കായി ചെലവഴിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായം പഞ്ചായത്തിന് ലഭിച്ചു. പ്രകൃതി സംരക്ഷണത്തിന് മികച്ച മാതൃക മുന്നോട്ട് വെച്ചതിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. പരിസ്ഥിതിയിലുള്ള ഇടപെടലുകൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലമാണെന്ന് അടിവരയിടുന്ന പഞ്ചായത്ത് ആ വീക്ഷണം ചെറുതല്ലാത്ത കയ്യടി അർഹിക്കുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.